ഫാബുവിന് ജിൻഡോയെ നന്നായി ബോധിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹം ജോലി ചെയ്യാനുള്ള താല്പര്യം ഫാബുവിനെ വല്ലാതെ, ഇന്ന് മൊത്തം ഹാർഡ് വർക്കായിരുന്നു. ജിൻഡോയായാലും അർജുനായാലും അവർ രണ്ടുപേരുമായിരുന്നു ഇതിനകത്തെ ഇന്നത്തെ മെയിൻ താരങ്ങൾ. പ്രത്യേകിച്ച് ജിൻഡോ അവിടെ എല്ലാം ക്ലീൻ ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞ നമ്മുടെ ഫാബുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതിന് സമ്മാനമായിട്ട് ഫാബു ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് എനിക്ക് വേണ്ട സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് വേണ്ട, ജോലി ചെയ്തതിന് നിങ്ങൾ നന്നായി അധ്വാനിച്ചു, നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നു, അതിനെൻ്റെ സന്തോഷത്തിനൊരു ടിപ്പായിട്ട് കരുതിയാൽ മതി എന്ന് പറയുന്നതുകൊണ്ട് നിർബന്ധിച്ച് ജിൻഡോയെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് ഋഷി വരുമ്പോൾ പറയുന്നുണ്ട്, ജോലി ചെയ്യുന്നവർക്കെല്ലാം എൻ്റെ വക സ്പെഷ്യലായിട്ട് ഒരു ജ്യൂസ് സമ്മാനമായിട്ട് കൊടുക്കും. അത് ഇപ്പം ജിൻഡോയാണ്. ജിൻഡോ ഇന്ന് നന്നായി അധ്വാനിച്ചു, നന്നായി പണിയെടുത്തു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജ്യൂസ് കൊടുക്കുന്നത്. അപ്പം ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി മാറി. അപ്പം ഈ ടാസ്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ജിൻഡോ, നമ്മൾ അർജുൻ, ഫ്രീതു, ഒരു പരിധിവരെ ഫിജോയും ജാസ്മിനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം മോശമായിട്ട് ഈ ടാസ്കിൽ കളിച്ചിട്ടുള്ളത് നമ്മുടെ ശരണ്യയുടെ ടീമും അതുപോലെ പവർ ടീമും ഒക്കെയാണ്. അവർ ചുമ്മാ ആവശ്യമില്ല. ശ്രീരേഖയൊക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഓവർ ആക്ടിങ് ആയിപ്പോയി. ഈ ടാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഓട്ട ടാസ്ക്കാണ്. അത് നന്നായി തന്നെ പല സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആഡിയോ ഉണ്ടാകാൻ പറ്റിയൊരു മേഖല തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇച്ചിരിയും കൂടെ ഒരു എന്താ പറയുക, അലമ്പുണ്ടാക്കാൻ ചില ടീമുകൾ, പ്രത്യേകിച്ച് ഈ പവർ ടീമൊക്കെ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥരാണ്, അവരൊക്കെ ഇച്ചിരി സൈലൻസ് കീപ്പ് ചെയ്ത് ഇച്ചിരി നന്നായൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ റസ്മിനായാലും നോറയായാലും അൻഫിബയായാലും അഭിഷേക് ഒരു പരിധിവരെ മാറി നിന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും അമിതാവേശം കാണിച്ച് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പിന്നെ ആഹാരം കഴിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു എന്താ പറയുന്നത്, ആ അവസ്ഥയാണ് ഈ പവർ ടീമിനെ സംബന്ധിച്ച്. അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അധികാരമാണ് അവരുടെ മുഖ്യം. അത് അവർ വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. നോറയും റസ്മിനും ഒക്കെ എന്ന് പറഞ്ഞാൽ വല്ലാതെ വെറുപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതിനിടയിലാണ് ഈ ജിൻഡോയ്ക്ക് കിട്ടുന്ന അംഗീകാരം. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേ നോറയുടെയും റസ്മിൻ്റെയൊക്കെ കിളി പോയ അവസ്ഥയിലാണ്.